നമസ്കാരം. പലരെയും അലട്ടുന്ന ഒരു സാധാരണ പ്രശ്നമാണ് ഒച്ചയടപ്പ്. ചിലപ്പോൾ തൊണ്ടവേദന ഇല്ലാതെ പോലും ശബ്ദം അടഞ്ഞു പോകാം. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ, കൂടാതെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില ഒറ്റമൂലികളെ പറ്റിയും നോക്കാം. നമ്മുടെ ശബ്ദം ഉണ്ടാവുന്നത് വോക്കൽ കോഡ് എന്ന് പറയുന്ന രണ്ട് നേർത്ത പേശികളുടെ കമ്പനം വഴിയാണ്. ഈ വോക്കൽ കോഡിന് എന്തെങ്കിലും നീർക്കെട്ടോ വീക്കമോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ വരുമ്പോഴാണ് ശബ്ദത്തിൽ മാറ്റങ്ങൾ വരുന്നത്. അതാണ് നമ്മൾ ഒച്ചയടപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ശബ്ദം പൂർണ്ണമായും നഷ്ടപ്പെടാം. ഒച്ചയടപ്പിന്റെ പ്രധാന കാരണങ്ങൾ നോക്കാം. അമിതമായി സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് ഉച്ചത്തിൽ സംസാരിക്കുകയോ പാടുകയോ ചെയ്യുമ്പോൾ. ജലദോഷം, ചുമ, തൊണ്ടവേദന പോലുള്ള വൈറൽ അണുബാധകൾ ശബ്ദനാളിയെ ബാധിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവാം. ചിലപ്പോൾ അലർജികളും ഒച്ചയടപ്പിന് കാരണമാവാം. പുകവലി വോക്കൽ കോഡിന് സ്ഥിരമായ കേടുപാടുകൾ വരുത്താൻ സാധ്യതയുണ്ട്. ചില മരുന്നുകളുടെ ഉപയോഗവും ഇതിന് കാരണമാവാം. ശരീരത്തിന് ആവശ്യത്തിന് ജലാംശമില്ലാത്തതും ശബ്ദനാളത്തെ ബാധിക്കാം. ഒച്ചയടപ്പ് മാറ്റി സാധാരണ നിലയിലേക്ക് വരാൻ നമുക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന ചില ഫലപ്രദമായ ഒറ്റമൂലികൾ നോക്കാം. ആവി പിടിക്കുന്നത് തൊണ്ടയിലെ വരൾച്ച മാറ്റാനും നീർക്കെട്ട് കുറയ്ക്കാനും സഹായിക്കും. ദിവസവും 2-3 തവണ ഇത് ചെയ്യാം. 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. ഈ ലായനി കൊണ്ട് ദിവസവും 2-3 തവണ കവിൾക്കൊള്ളുക. ഇത് തൊണ്ടയിലെ അണുക്കളെ നശിപ്പിക്കാനും വീക്കം കുറയ്ക്കാനും സഹായിക്കും. 1 ടീസ്പൂൺ തേൻ ദിവസവും 2 തവണ കഴിക്കുക. തേനിന് ആന്റി മൈക്രോബയൽ ഗുണങ്ങളുണ്ട്. അല്ലെങ്കിൽ 1 ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൽ 1 ടീസ്പൂൺ തേനും അല്പം നാരങ്ങ നീരും ചേർത്ത് കുടിക്കുക. 1 കപ്പ് വെള്ളത്തിൽ അല്പം ഇഞ്ചി ചതച്ചിട്ട് നന്നായി തിളപ്പിക്കുക. ഇത് അരിച്ച് തേൻ ചേർത്ത് കുടിക്കുക. ഇഞ്ചിക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. കുറച്ച് തുളസി ഇലകൾ എടുത്ത് വായിലിട്ട് ചവച്ചരച്ച് കഴിക്കുക. അല്ലെങ്കിൽ തുളസി ഇല തിളപ്പിച്ച് വെള്ളം കുടിക്കുക. തുളസിക്ക് അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുകളുണ്ട്. ചിലർക്ക് ഒച്ചയടപ്പുള്ളപ്പോൾ വാഴപ്പഴം കഴിക്കുന്നത് തൊണ്ടയ്ക്ക് ആശ്വാസം നൽകും. പക്ഷേ എല്ലാവർക്കും ഇത് യോജിക്കുന്നതല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബ്ദത്തിന് വിശ്രമം നൽകുക എന്നതാണ്. കഴിയുന്നത്ര സംസാരിക്കുന്നത് ഒഴിവാക്കുക. സംസാരിക്കുമ്പോൾ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുക. ശബ്ദം അടഞ്ഞിരിക്കുമ്പോൾ സംസാരിക്കുന്നത് വോക്കൽ കോഡിന് കൂടുതൽ സമ്മർദ്ദം നൽകും. ഒച്ചയടപ്പ് ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുക, ശബ്ദത്തോടൊപ്പം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, ഭക്ഷണമിറക്കാനുള്ള ബുദ്ധിമുട്ട്, അസഹനീയമായ തൊണ്ടവേദന, പനി, ചുമ, തുടർച്ചയായ ഒച്ചയടപ്പ് എന്നിവ ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടുക. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.